നമസ്കാരം. വിഷൻ 2040 വാർത്താ നേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജോസിറ്റ പീറ്റർ. പ്രധാന വാർത്തകൾ. തെള്ളകം സെന്റ് മേരീസ് ദേവാലയത്തിൽ വൈദിക ദിനാഘോഷം നടന്നു. ലിറ്റിൽ ഫ്ലവർ പ്രീസ്റ്റ് ഹോമിൽ വൈദിക ദിനത്തോടനുബന്ധിച്ച് വൈദികരെ ആദരിച്ചു. ഛത്തീസ്ഗഡിൽ ജയിൽവാസം അനുഭവിച്ച സിസ്റ്റേഴ്സിന് തെള്ളകം KCYM യൂണിറ്റ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. തെള്ളകം സെന്റ് മേരീസ് ദേവാലയത്തിൽ വൈദിക ദിനാഘോഷം നടന്നു. വൈദികരുടെ സേവനങ്ങളെയും സമർപ്പണത്തെയും അനുസ്മരിക്കുന്നതിനായി തെള്ളകം സെന്റ് മേരീസ് ദേവാലയത്തിൽ വൈദിക ദിനാഘോഷം നടന്നു. ദിവ്യബലിയിൽ വൈദികർക്കായി പ്രത്യേക പ്രാർത്ഥന നടത്തി. ദിവ്യബലിക്ക് ശേഷം മതബോധന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വികാരി അച്ഛന് വിദ്യാർത്ഥി പ്രതിനിധികൾ ആശംസാ കാർഡും പൂക്കളും നൽകി ആദരിച്ചു. ലിറ്റിൽ ഫ്ലവർ പ്രീസ്റ്റ് ഹോമിൽ വൈദിക ദിനത്തോടനുബന്ധിച്ച് വൈദികരെ ആദരിച്ചു. തെള്ളകം ലിറ്റിൽ ഫ്ലവർ പ്രീസ്റ്റ് ഹോമിൽ വിശ്രമജീവിതം നയിക്കുന്ന വൈദികരെ വിശ്വാസ രൂപീകരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ബഹുമാനപ്പെട്ട വൈദികരായ ഫാദർ ജോസ് നെടുനിലം, ഫാദർ പീറ്റർ കുട്ടൻപറമ്പിൽ, ഫാദർ ജോൺ കുന്നത്തുകുഴി എന്നിവരെ ആദരിച്ചു. സൺഡേ സ്കൂൾ HM സിസ്റ്റർ മേരി സജിതയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപക പ്രതിനിധികളും പ്രീസ്റ്റ് ഹോം സന്ദർശിച്ച് ആശംസാ കാർഡുകളും ഉപഹാരങ്ങളും നൽകി. ഛത്തീസ്ഗഡിൽ ജയിൽവാസം അനുഭവിച്ച സിസ്റ്റേഴ്സിന് തെള്ളകം KCYMന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ജയിൽവാസം അനുഭവിച്ച സിസ്റ്റേഴ്സിന് തെള്ളകം സെന്റ് മേരീസ് ഇടവകയിലെ യുവജന സംഘടനയായ KCYMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. സംഘടനാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ദേവാലയ മൈതാനത്ത് ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ശ്രീ ജോർജ് മൈക്കിൾ പ്രസംഗിച്ചു. വിഷൻ 2040 ന്യൂസ് ചാനൽ എല്ലാ മാസവും നമ്മുടെ ഇടയിലെ ഒരു പ്രതിഭയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തുന്നത് വിഷൻ 2040 സമ്മർ ഫെസ്റ്റ് സീസൺ 1 എന്ന ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പിന്നണി പ്രവർത്തകനും പല സംഗീതോപകരണങ്ങളിൽ പ്രാവീണ്യവുമുള്ള ശ്രീ ജോൺ ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ശ്രീമതി ഡിനീസ് ആൻ്റണിയുമാണ്. രണ്ടുപേർക്കും വിഷൻ 2040 ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. ഞങ്ങളുടെ പ്രേക്ഷകർക്കായി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കൊല്ലം ജില്ലയിലെ ചെമ്മക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് ഫാത്തിമ കോളേജിലായിരുന്നു എൻ്റെ അവസാനത്തെ വിദ്യാഭ്യാസം. അതിനുശേഷം ഞാൻ വിദേശത്തേക്ക് പോയി. ഏകദേശം 40 വർഷം ഞാനിവിടെ ജോലി ചെയ്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് നാട്ടിൽ വന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള താല്പര്യം കൊണ്ടും നാടിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടുമാണ്. അങ്ങനെ നാട്ടിൽ വന്ന് ഇപ്പോൾ 9 വർഷമായി ഞങ്ങൾ തെള്ളകം താമസിക്കുന്നു. കുറേ യാത്രകളൊക്കെ ചെയ്തു. അങ്ങനെ പോകുന്നു. ആൻറ്റിയോ? ഞാനിവിടെ ഏറ്റുമാനൂർ തന്നെയാണ് ജനിച്ചതും വളർന്നതും. എൻ്റെ വിദ്യാഭ്യാസവും അവിടെ തന്നെയായിരുന്നു. പിന്നെ ഒരു 10-12 വർഷത്തോളം ഞാൻ ടീച്ചറായി ജോലി ചെയ്തു. അതിനുശേഷം വിവാഹം നടന്നു. അപ്പോൾ ഞാൻ UK പോയി. അവിടെയും ഇതുപോലെ തന്നെ 20 വർഷത്തോളം 20-21 വർഷം ജോലി ചെയ്തു. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചതുപോലെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നാട്ടിലേക്ക് പോന്നു. അവിടെ കുറച്ച് സോഷ്യൽ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ കുറച്ച് യാത്രകളൊക്കെ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് തെള്ളകത്ത് ജീവിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 2 വീട്ടിലും അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങൾ 8 മക്കളാണ്. 4 ആൺകുട്ടികളും 4 പെണ്ണുങ്ങളും. 2 പേരും വീട്ടിലെ ഇളയവരാണ്.
അപ്പം മൂത്ത 7 പേരുടെ അടി ഞങ്ങൾ കൊണ്ടിട്ടുണ്ട്. അതെ. അങ്കിൾ പല വാദ്യോപകരണങ്ങൾ വായിക്കുന്നതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം ഉപകരണങ്ങൾ വായിക്കുന്നതിനുള്ള പ്രാവീണ്യം നേടിയെടുത്തതെന്ന് പറയാമോ? തീർച്ചയായിട്ടും. എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനോട് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങാനുള്ള സാഹചര്യം എൻ്റെ വീട്ടിലില്ലായിരുന്നു. പിന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കൊല്ലം സെമിനാരിയിൽ ഒരു വർഷം എനിക്ക് അവിടെ നിൽക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ബ്രദർ ഫ്ലൂട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പഠിച്ചിട്ട് വന്നിട്ട് അവിടെ അത് വായിക്കുന്ന സമയത്ത് ഞാനത് നോക്കി ഇത് ഏകലവ്യനെ പോലെ കണ്ടുപഠിക്കും. അല്ല, എന്നെ പഠിപ്പിച്ചതല്ല, പക്ഷേ ഞാൻ കണ്ടുപഠിച്ച് അങ്ങനെയാണ് ആദ്യമായിട്ട് ഫ്ലൂട്ട് വായിക്കുന്നത്. എങ്കിൽ അങ്കിൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 4 വരി വായിക്കാമോ? വായിക്കാം, ഒരു കുഴപ്പമില്ല. ഫ്ലൂട്ട് എടുത്ത് പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫ്ലൂട്ട് വാങ്ങൽ പല സമ്മാനങ്ങളും കിട്ടി. ആ സമയത്ത് ഞാൻ പല വിൻഡ് ഇൻസ്ട്രുമെൻറ്റും പഠിച്ചു. അതിലൊന്ന് മൗത്ത് ഓർഗനായിരുന്നു. അപ്പോൾ മൗത്ത് ഓർഗൻ വെച്ച് ഞാൻ ഒരു പാട്ട് പാടാം. അതിനുശേഷം ഞാൻ UK ചെന്നു, ജോലിക്കായിട്ട് ചെന്നു. അവിടെ ചെന്ന് പൈസയൊക്കെ ജോലി ചെയ്ത് ശമ്പളമൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമാണ് സ്വന്തമായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ഞാൻ വാങ്ങിക്കുന്നത്. അന്ന് കീബോർഡ് വാങ്ങിച്ചു, പിന്നെ അത് കഴിഞ്ഞ് ഗിറ്റാർ വാങ്ങിച്ചു. പിന്നെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് അന്ന് യൂട്യൂബ് ഒന്നുമില്ല, എങ്കിൽ പോലും സ്വന്തമായിട്ട് കുറച്ച് സമയം കണ്ട് ഇതിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അത് ദൈവം എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ എന്തായാലും ഒരു 2 വരി ഗിറ്റാറിനകത്തോട് വായിക്കാം. അയ്യോ, അങ്കിളും ആൻറ്റിയും വിഷൻ 2040യുടെ പല പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളികളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയെക്കുറിച്ച് എന്താണ് അങ്കിളിന് പറയാനുള്ളത്? അതായത് ഈ തെള്ളകത്ത് ഞങ്ങൾ കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ തെള്ളകത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, സാഹിത്യത്തിലും കലയിലും മറ്റുള്ള സ്ഥലങ്ങളെക്കാളും നല്ല പ്രാവീണ്യം കാണിക്കുന്ന കുട്ടികളാണ്. പക്ഷെ അവരെ ഉദ്ധരിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ സമ്മർ
വിഷൻ 2040 സമ്മർ ഫെസ്റ്റ് സീസൺ 1 എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അന്ന് ഏകദേശം 180 കുട്ടികളോളം അവിടെ പങ്കെടുക്കുകയും അവരെ മിക്കവാറുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഗിറ്റാർ, വയലിൻ, തബല, അങ്ങനെ മിക്കവാറുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം അവർ പഠിപ്പിക്കുകയും കീബോർഡും പഠിപ്പിച്ചു. ഓക്കെ, അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് 41 കുട്ടികളെ ഞങ്ങളിപ്പോൾ സ്പോൺസർഷിപ്പ് കൊടുത്തുകൊണ്ട് ക്രിസ്റ്റോൺ മീഡിയയിൽ ഞങ്ങളിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ലോകപ്രസിദ്ധി ആർജിച്ച കുട്ടികളായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്കിളും ആൻറ്റിയും പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണല്ലോ. അതിനെക്കുറിച്ച് 2 വാക്ക് പങ്കുവയ്ക്കാമോ? ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ മെഡിക്കൽ കോളേജുകളിൽ ഞങ്ങൾ വിസിറ്റിന് പോകാറുണ്ട്. അവിടെ ആരുമില്ലാത്ത അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. അവരുടെ കൂടെ ഞങ്ങൾ സമയം ചിലവഴിക്കും. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ കൂടുതലും പോകുന്നത്. അവരുടെ അടുത്ത് പോയി ഞങ്ങളിങ്ങനെ സമയം ചിലവഴിക്കുകയും അവർക്ക് വേണ്ട അത്യാവശ്യം ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അമ്മഞ്ചേരി എന്ന നമ്മുടെ അടുത്തുള്ള അമ്മഞ്ചേരിയിൽ ഓട്ടിസം പിള്ളേർക്ക് വേണ്ടി ഒരു സ്ഥാപനമുണ്ട്. ഓട്ടിസം പിള്ളേരും അതുപോലെ സെർബൽ പാസി ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ അവരുടെ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് ആഹാരം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയും അവരെ ടൂറിന് കൊണ്ടുപോവുകയും അവരുടെ കലാപരിപാടികളൊക്കെ നടത്തുകയും ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്തായിട്ട് ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ മാഞ്ഞൂരൊരു മെൻ്റൽ പേഷ്യൻസ് ഉണ്ട്, കുറേ അപ്പച്ചന്മാരാണ്. അവർക്ക് പോയി ഞങ്ങൾ ആഹാരം ഉണ്ടാക്കി കൊണ്ടുപോയി വിളമ്പി കൊടുക്കും. കൂടാതെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഈ 2-3 പേരുടെ ഇത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ള 3-4 സ്ത്രീകളും പൊതിച്ചോറ് കൊണ്ടുവരും. അങ്ങനെ ഒരു 250 പൊതിച്ചോറോളം ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യുന്നത്. കൂടാതെ ഞങ്ങൾ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സഹായങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കുറച്ച് ചെറിയ രീതിയിൽ. ഇത്രയും സമയം ഞങ്ങളോടൊത്തായിരുന്നതിന് ഒത്തിരി നന്ദി. മറ്റൊരു സംഗീതോപകരണം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് ഒരു ചെറിയൊരു കഥ പറയാനുണ്ട്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇൻസ്ട്രുമെൻറ്റും എന്നാൽ ഏറ്റവും പ്രയാസമുള്ള ഇൻസ്ട്രുമെൻറ്റും ഈ വയലിനാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു വയലിൻ മേടിക്കണം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അത് പുള്ളി മനസ്സ് വെച്ചിട്ട് കുറേ പൈസയൊക്കെ സ്വരൂപിച്ച് സർപ്രൈസായിട്ട് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചെന്ന ഗിഫ്റ്റാണിത്. ഓക്കെ, അതിനകത്ത് ഞാൻ ഒരുപാട് ഈ ആഴ്ചയിൽ നടന്ന കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനാ യോഗങ്ങൾ: സെയിന്റ് ജൂഡ് അമലഗിരി കൂട്ടായ്മ യോഗം ശ്രീമതി ഷൈനി ജോൺ കുന്നുംപുറത്തിലിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ശ്രീ അജി സെബാസ്റ്റ്യൻ കുഴിക്കാട്ടിലിന്റെ ഭവനത്തിൽ വെച്ച് സെയിന്റ് സെബാസ്റ്റ്യൻ തെള്ളകുത്തിശ്ശേരി കൂട്ടായ്മ യോഗം നടന്നു. വിമലാംബിക കൂട്ടായ്മയുടെ പ്രാർത്ഥനാ യോഗം ശ്രീ ജോയ് കാരക്കലിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ശ്രീ മത്തായി ജോസഫ് വാളാച്ചിറയുടെ ഭവനത്തിൽ വെച്ച് കർമ്മലറാണി കൂട്ടായ്മയുടെ പ്രാർത്ഥനാ യോഗം നടന്നു.
സെയിന്റ് ആൻസ് തെള്ളകത്തുശ്ശേരി കുടുംബ കൂട്ടായ്മ യോഗം ശ്രീ ജോസ് തോമസ് ചെറുവള്ളിപ്പറമ്പിലിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. കാരിത്താസ് കുടുംബ കൂട്ടായ്മയുടെ പ്രാർത്ഥനാ യോഗം ശ്രീ ജോണി കൊറ്റ്യാത്തിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. വാർത്തകൾ അവസാനിച്ചു. നന്ദി.